എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ദില്ലിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടന്നപ്പോൾ അനായാസം ഇന്ത്യൻ ടീം വിജയം കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. 4-ാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ 121 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 63 റൺസ് എടുത്തിരുന്നു. KL രാഹുലും സായ് സുദർശനും ക്രീസിൽ നിലയുറപ്പിച്ചിരുന്ന ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് വെറും 58 റൺസ് മാത്രമായിരുന്നു. ഇന്ത്യയുടെ ശക്തമായ ബാറ്റിംഗ് നിരക്ക് മുന്നിൽ വെസ്റ്റ് ഇൻഡീസ് ബൌളർമാരായ ജേഡൻ സീൽസ്, ആൻഡർസൺ ഫിലിപ്പ്, ജസ്റ്റിൻ ഗ്രീവ്സ്, കൈറി പിയറി, ജോമൽ വാരിക്കൻ, റോസ്റ്റൺ ചേസ് എന്നിവ കടുത്ത വെല്ലുവിളി ഉയർത്തിയപ്പോൾ 5-ാം ദിനം ആവേശം നിറഞ്ഞതായിരുന്നു. പതുങ്ങിയ പിച്ചിൽ ബൌളർമാർക്ക് കാര്യമായ പിന്തുണ ലഭിച്ചിരുന്നില്ല. മഞ്ഞും തണുത്ത കാറ്റും നിറഞ്ഞ പ്രഭാതത്തിലാണ് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം ഉണർന്നത്. ചെറിയ ലക്ഷ്യമായതുകൊണ്ട് തന്നെ ഇന്ത്യ അതിവേഗം വിജയം കാണുമെന്ന് കാണികൾ പ്രതീക്ഷിച്ചു. എന്നാൽ ക്രിക്കറ്റിൽ ഒന്നും ഉറപ്പില്ലല്ലോ. ഫോളോ ഓണിന് ശേഷം മികച്ച തിരിച്ചുവരവ് നടത്തിയ വെസ്റ്റ് ഇൻഡീസ് അവരുടെ ബൌളർമാരിലൂടെ ഒരു വിസ്മയം ലക്ഷ്യമിട്ടു. ക്രീസിലെത്തിയത് KL രാഹുലും സായ് സുദർശനും. ജേഡൻ സീൽസ് ബൌളിംഗ് ആരംഭിച്ചു. ആദ്യ പന്തിൽ തന്നെ നാടകം. ഓഫ് സ്റ്റംപിന് പുറത്തേക്ക് അല്പം മാറിപ്പോയ സീൽസിന്റെ മനോഹരമായ ഔട്ട് സ്വിംഗർ ഡ്രൈവ് ചെയ്യാൻ ശ്രമിച്ച സായ് സുദർശന്റെ ബാറ്റിന്റെ എഡ്ജിൽ തട്ടി വിക്കറ്റ് കീപ്പർ ജോഷ്വ ഡാസിൽവയുടെ കൈകളിലേക്ക്. ഒരു റൺസ് പോലും ചേർക്കാതെ സുദർശൻ മടങ്ങി. ഇന്ത്യയുടെ സ്കോർ 1 വിക്കറ്റിന് 63. വിൻഡീസ് ക്യാമ്പിൽ ആവേശം അലതല്ലി. ഇതാണ് സീൽസിന്റെ ക്ലാസ്, രവിശാസ്ത്രി കമന്ററിയിൽ പറഞ്ഞു. പിന്നാലെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ക്രീസിലെത്തി. രാഹുൽ തന്റെ താളം നിലനിർത്താൻ ശ്രമിച്ചു. വെസ്റ്റ് ഇൻഡീസ് തന്ത്രം മാറ്റി. സ്പിന്നർ ജോമൽ വാരിക്കനെ രംഗത്തിറക്കി. ഗില്ലും രാഹുലും ചേർന്ന് സ്കോർ ബോർഡ് പതിയെ ചലിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ 5-ാം ഓവറിൽ വീണ്ടും വാരിക്കൻ മാജിക്. വാരിക്കന്റെ ഒരു വേഗമേറിയ ഫ്ലാറ്റ് ഡെലിവറി പിച്ച് ചെയ്ത അപ്രതീക്ഷിതമായി തിരിഞ്ഞപ്പോൾ പ്രതിരോധിക്കാൻ ശ്രമിച്ച ഗില്ലിന്റെ ബാറ്റിന്റെ ഉൾവശത്ത് തട്ടി ലെഗ് സ്ലിപ്പിൽ തേവിൻ ഇംലാക്കിന്റെ കൈകളിലേക്ക്. ഇന്ത്യ 3 വിക്കറ്റിന് 70. സ്റ്റേഡിയത്തിൽ നേരിയ ആശങ്കയായി. അടുത്തത് ധ്രുവ് ജുറേലായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ 87 റൺസ് എടുത്ത ജുറേൽ ആത്മവിശ്വാസത്തിലായിരുന്നു. പക്ഷേ വാരിക്കൻ കൊടുങ്കാറ്റായി. ജുറേലിനെ LBWയിൽ കുടുക്കി. DRS എടുത്തെങ്കിലും അമ്പയേഴ്സ് ഹോളായതിനാൽ പുറത്തേക്ക്. ഇന്ത്യ 4 വിക്കറ്റിന് 74. ചെറിയ ലക്ഷ്യം പോലും ടെസ്റ്റ് ക്രിക്കറ്റിന്റെ സൗന്ദര്യത്തിൽ ആവേശകരമായി. 5-ാം വിക്കറ്റായി നിതീഷ് കുമാർ റെഡ്ഡി വന്നുവെങ്കിലും വേഗത്തിൽ ആൻഡർസൺ ഫിലിപ്പിന് വിക്കറ്റ് നൽകി മടങ്ങി. ഇന്ത്യ 5 വിക്കറ്റിന് 80. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ആവശ്യമായിരുന്നത് പരിചയസമ്പന്നരായ ഒരു കൂട്ടുകെട്ടാണ്. രവീന്ദ്ര ജഡേജ ക്രീസിലെത്തി. മറുവശത്ത് KL രാഹുൽ ശാന്തനായി നിലയുറപ്പിച്ചു. രാഹുലും ജഡേജയും ചേർന്ന് പതിയെ സ്കോർ ഉയർത്തി. രാഹുൽ കൈറി പിയറിയുടെ പന്തിൽ ഒരു മികച്ച കട്ട് ഷോട്ടിലൂടെ 4 റൺസ് നേടി വ്യക്തിഗത സ്കോർ 30 കടത്തി. വാരിക്കനെ കവറിലൂടെ ബൗണ്ടറി പായിച്ച രാഹുൽ 49-ലെത്തി. രാഹുലിന്റെ ആത്മവിശ്വാസമുള്ള ബാറ്റിംഗ് കാണികളെ ആവേശം കൊള്ളിച്ചു. കൈറി പിയറിയുടെ ഫുൾ ടോസ് പന്ത് ഡീപ് മിഡ് വിക്കറ്റിലേക്ക് ബൗണ്ടറി കടത്തി KL രാഹുൽ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. ഇന്ത്യക്ക് ജയിക്കാൻ ഇനി വെറും 7 റൺസ് മാത്രം. അടുത്ത ഓവറിൽ രവീന്ദ്ര ജഡേജ വാരിക്കന്റെ പന്ത് ലോങ് ഓണിലേക്ക് ലോഫ്റ്റ് ചെയ്ത് ബൗണ്ടറി നേടി. അതോടെ ഇന്ത്യക്ക് 5 വിക്കറ്റ് വിജയം. പരമ്പര 2-0 ഇന്ത്യ 5 വിക്കറ്റിന് വിജയിച്ചു. KL രാഹുൽ 52 റൺസുമായും രവീന്ദ്ര ജഡേജ 13 റൺസുമായും പുറത്താകാതെ നിന്നു. വെസ്റ്റ് ഇൻഡീസ് ബൌളർമാർ അവസാന നിമിഷം വരെ പോരാടിയെങ്കിലും രാഹുലിന്റെയും ജഡേജയുടെയും പരിചയസമ്പന്നത ഇന്ത്യക്ക് തുണയായി. ജോമൽ വാരിക്കൻ 3 വിക്കറ്റ് വീഴ്ത്തി. 121 റൺസിന്റെ ചെറിയ ലക്ഷ്യം വെസ്റ്റ് ഇൻഡീസ് ബൌളർമാർ വെല്ലുവിളിയാക്കിയ കാഴ്ചയായിരുന്നു ഇന്ന്. ആദ്യ ഇന്നിംഗ്സിലെ യശസ്വി ജയ്സ്വാളിന്റെ 175, ശുഭ്മാൻ ഗില്ലിന്റെ 129, കുൽദീപ് യാദവിന്റെ 5 വിക്കറ്റ് പ്രകടനങ്ങളും നിർണായകമായി. വെസ്റ്റ് ഇൻഡീസിനു വേണ്ടി 2-ാം ഇന്നിംഗ്സിൽ ജോൺ ക്യാമ്പൽ 115, ഷായ് ഹോപ്പ് 103 എന്നിവരുടെ സെഞ്ചുറികൾ ടെസ്റ്റിനെ അവിസ്മരണീയമാക്കി. എന്തായാലും ഇന്ത്യയുടെ ഈ വിജയത്തിന് നിങ്ങൾ 10-ൽ എത്ര മാർക്ക് നൽകും? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.